നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്ത എന്താണ് എന്നുള്ള കാര്യം തന്നെ നോക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്ക് 421 ഒഴിവുകൾ കൂടി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്ക് 421 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എത്രയൊക്കെ റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് നിലവില് 63 ഒഴിവുകളാണ്, കൊല്ലത്തേക്ക് 33, പത്തനംതിട്ട 11, ആലപ്പുഴ 39, കോട്ടയത്ത് 27, കൊല്ലത്ത് ഇടുക്കിയില് 12, എറണാകുളത്ത് 49, തൃശ്ശൂർ 36, അതുപോലെ തന്നെ പാലക്കാട് 34, മലപ്പുറം 39, കോഴിക്കോട് 46, വയനാട് 7, കണ്ണൂര് 19, അതുപോലെ തന്നെ കാസർഗോഡ് 6. ആകെ മൊത്തത്തിൽ 421 ഒഴിവുകളാണ് നിലവിലിപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASMൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ CPO WCPOയുടെ നിയമനത്തിന്റെ കാര്യം, നിയമനം വെറും ചടങ്ങ് പോലെ എന്നുള്ളൊരു സങ്കടകരമായിട്ടുള്ള വാർത്ത കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ വിഭാഗത്തിലും അതിപ്പോ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, പോലീസ് സേനയിലെ എല്ലാ വിഭാഗം റാങ്ക് ലിസ്റ്റിലെയും നിയമനം അതീവ ദയനീയമാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോ പോലീസിലെ നമ്മുടെ CPO ആയാലും അതുപോലെ തന്നെ WCPO ആയാലും നിയമനത്തിന്റെ കാര്യമെല്ലാം നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യത്തെ ഒരു 200 റാങ്ക്, അതിപ്പോ സത്യം പറഞ്ഞാല് അതിപ്പോ CPO WCPO എന്ന് മാത്രമല്ല, ഏത് ജോലിയാണെങ്കിലും നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ 200 റാങ്കിനകത്ത് നിങ്ങൾ വന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതിപ്പോ LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഇപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, ഏത് ജോലിയാണെങ്കിലും മിനിമം ആദ്യത്തെ ഈ ഒരു 200 റാങ്കിനകത്തെങ്കിലും വരാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷ വയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നിങ്ങളുടെ പഠനം ഉയർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രേസറിന്റെ സാധ്യതാ ലിസ്റ്റിൽ 68 പേര് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ WCPOയുടെ നിരാഹാര സമരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെ, വനിതാ കോൺസ്റ്റബിളിന്റെ റാങ്ക് ഹോൾഡേഴ്സ് നിരാഹാര സമരത്തിലാണ്. അവര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ മഴയത്ത് കിടന്ന് ഉരുളുകയും അതുപോലെ തന്നെ അവിടെ ഈ ഉപ്പിട്ടിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് PSC റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ PSCയുടെ റാങ്ക് ഫയല് വായിക്കുകയും അങ്ങനെ ഒരുപാട് സമര രീതികളാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും സർക്കാർ കാണുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവര് ഈ പറയുന്ന നമ്മുടെ കേരളത്തിന്റെ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കുന്നത് ആൾക്കാരെ മുഴുവൻ നിയമിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റിംഗ് കുറച്ചു, ആൾക്കാരെ നിയമിക്കുന്നുമില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കണ്ണിൽ ചോരയില്ലാത്ത ഈ ഒരു പരിപാടി ഉദ്യോഗാർത്ഥികളെടുത്ത്, യുവാക്കളെടുത്ത്, യുവതികളെടുത്തൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ ബിവ്കോ LDC നിയമന തടസ്സത്തിനെതിരെ സെക്രട്ടേറിയറ്റ് ധർണ, വീണ്ടും അടുത്ത നിയമനത്തിനെതിരെ സെക്രട്ടേറിയറ്റ് ധർണ. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റബിളിലേക്ക് 55 നിയമനം കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നല്ലൊരു വാർത്ത തന്നെയാണ്, 55 പേർക്ക് കൂടി ജോലി കിട്ടുമല്ലോ. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് 20 നിയമനം കൂടി വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടറിലേക്ക് 16 നിയമനം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിലേക്ക് 45 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ റദ്ദാക്കിയ വകുപ്പുതല പരീക്ഷ ഏപ്രിൽ 21 നടക്കുന്നുണ്ട്. ചോദ്യത്തിന് പകരം ഉത്തരം കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത്. നടപടി അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ചോദ്യകർത്താക്കളെ കിട്ടാൻ പോലും ഇല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സംഭവം ക്വസ്റ്റ്യൻ പേപ്പറിന് പകരം അവിടെ എന്താണ് കൊടുത്തത്, ആൻസർ കീ ആണ് കൊടുത്തത്. അതാണ് അവിടെ പ്രശ്നമായിട്ട് മാറിയത്. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ, ആ ഒരു ചോദ്യം റദ്ദാക്കുന്നത്. അപ്പൊ അതിന് പകരമുള്ള പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന ഏപ്രിൽ 21 കാര്യം കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് 11 ഒഴിവുകളോട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇത്രയും വാർത്തകൾ തന്നെയാണ്. ഈ ആഴ്ച ഇങ്ങനെ വലിയ വാർത്തകളൊന്നും നമുക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ നമ്മുടെ HST സോഷ്യൽ സയൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ KSFEയിലെ പിയൂൺ അഭിമുഖം ഏപ്രിൽ 19 നടക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധനകളെന്ന് പറഞ്ഞിട്ട് കേരള ബാങ്ക്, കേരള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്നുണ്ട്. അഭിമുഖം എന്ന് പറയുന്നുണ്ട് KSFEയിലേക്കുള്ള പിയൂൺ വാച്ച്മാൻ, അതുപോലെ തന്നെ കേരള കർഷക സഹകരണ ഫെഡറേഷനിലേക്കുള്ള മാനേജർ പേഴ്സണൽ, അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രെയിനി, സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ, വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മൈക്രോബയോളജിസ്റ്റിന്റെയൊക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് PSC അഡ്വൈസ് അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞിട്ട് സർവകലാശാല അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെത്, HSST ജോഗ്രഫി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പാലക്കാട്, പോലീസ് കോൺസ്റ്റബിളിൻ്റെത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എറണാകുളം,
അതുപോലെ തന്നെ അമ്യൂണിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ക്ലർക്ക് തിരുവനന്തപുരം, LGS ഡിഗ്രിയുടെയൊക്കെ നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിലവിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ CPO WCPO ബാച്ച് ലാസ്റ്റ് റൗണ്ട് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പേയ്മെന്റ് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അഥവാ നിങ്ങൾക്ക് കമ്പൈൻഡ് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്, പോലീസ്, എക്സൈസും ഫയർഫോഴ്സും ബീറ്റും ഉള്ള കമ്പൈൻഡ് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനും പേയ്മെന്റ് ചെയ്തിട്ട് സെയിം നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് നമ്പർ. പിന്നെ നിങ്ങൾക്ക് ഡ്രൈവർ ബാച്ചുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ ബാച്ചുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഏത് കോഴ്സ് ബാച്ച് ആണെങ്കിലും എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.